3 കോളേജിൽ നിന്നാണ് അന്ന് വിളിച്ചത്, യൂണിയൻകാരാണ് വിളിച്ചത്. അപ്പോൾ പൈസ കുറവാണ്, എന്നോട് പറഞ്ഞു പൈസ കുറവാണ്, വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൊമോഷൻ പരിപാടി ഉണ്ടല്ലോ, എന്തായാലും പടം അടുത്താഴ്ച ഇറങ്ങുകയാണ്, അപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ ടീമായിട്ട് വരാമെന്ന് പറഞ്ഞു. അവരും സന്തോഷം, കാരണം ഞാൻ മാത്രമല്ല, ഷൈജു ശ്രീധർ, ജയ്സേട്ടൻ ആ പടത്തിൽ അഭിനയിച്ച, പിന്നെ സമീറിലൊക്കെയുള്ള റോഷൻ ആനന്ദ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഇത്രയും ചെറിയ വയസ്സിൽ ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുന്നു എന്നുള്ള ഹാപ്പി ആയിരുന്നു എല്ലാവരും. അപ്പോൾ ഞാൻ ചെന്ന് ഞങ്ങളെല്ലാവരും ചെന്ന് കയറിയപ്പോൾ അവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കോളേജിൽ. അപ്പോൾ നേരെ ചെന്ന് കയറിയപ്പോൾ ഇങ്ങനെ 3-4 നിലയൊക്കെ ഉണ്ടായിരുന്നു, 4 ഒരു എനിക്ക് തോന്നുന്നു 2-3 ആണെന്ന് തോന്നുന്നു. നമ്മളവിടെ അങ്ങോട്ട് ചെന്ന് കയറി. അവിടെ ചെന്ന് കയറിയപ്പോൾ എനിക്ക് സത്യം പറയട്ടെ, ഞാൻ ഒരുപാട് കോളേജുകളിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഹോളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, സ്റ്റേജിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ നല്ല കളർ ലൈറ്റും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ ചെന്നു, അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രകാശനം ചെയ്യാൻ എന്നെ വിളിച്ചു. പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത്. കൂട്ടത്തിൽ എൻ്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട്, അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ പിള്ളേരെല്ലാവരും ഗുമസ്ത, കാരണം അവിടെ പോസ്റ്ററൊക്കെ ഫുൾ കോളേജ് ഒട്ടിച്ചതുകൊണ്ട് ഗുമസ്തൻ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അങ്ങോട്ട് വന്നിട്ട് പുള്ളി ഇങ്ങനെ നമ്മൾ പറയില്ല, ഇങ്ങനെ ഭയങ്കര ഒരു ദേഷ്യം പോലെയായിരുന്നു ഇങ്ങനെ. അപ്പോൾ പുള്ളി പറഞ്ഞു അതെ ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ളവർ സംസാരിക്കും, ബാക്കിയുള്ള ആർട്ടിസ്റ്റിനെയും അവർ അധ്യാപകർ തന്നെ വിളിച്ച് അവരെയും കയറ്റിയിരുത്തിയതേ, അപ്പോൾ ബാക്കിയുള്ളവർ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു അതെ അതിവിടെ മാഗസിൻ പ്രകാശനം മാത്രം മതി, വേറൊന്നും പറ്റില്ല, ഇവിടെ വേറൊന്നും ചെയ്യാൻ. അപ്പോൾ എൻ്റെ ബേസിൽ ഈ പിള്ളേർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സത്യത്തിൽ അവർക്ക് എൻ്റെ ഒരു പാട്ട് കേൾക്കാനും എല്ലാ കോളേജിൽ പോയാൽ നമ്മൾ പരിപാടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോരാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഇവർക്ക് ആർക്കും ഇവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും മാഗസിൻ പറഞ്ഞ് പ്രകാശനം ചെയ്യുക, നിങ്ങൾ പോവുക എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാൾ ഇതിൻ്റെ അപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്കതിൽ വിഷയമുള്ള കേസല്ല. പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഷൈജു ചേട്ടനും ഇവരൊക്കെ അവരെയും കൂടി അപമാനിക്കില്ല, അവരോട് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ മാത്രം പറയാം, പിന്നെ ഒന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട, ഒന്നും പിള്ളേർക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇറങ്ങാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പ്രകാശനം ചെയ്തിട്ട് ഞാനിപ്പോൾ ആ വീഡിയോ കണ്ട വാക്കുകൾ പറഞ്ഞു. ജീവിതത്തിൽ ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ് ചെയ്തത്. കുട്ടികളന്ന് ഭയങ്കര ഹേർട്ടായി. കുട്ടികൾ ഞങ്ങളുടെ പുറകെ വന്നു, അവർ മാപ്പ് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഒന്ന് കയറാം. അപ്പം പിന്നെ അങ്ങോട്ട് കയറൽ ചടങ്ങായതുകൊണ്ട് ഞാൻ കയറിയില്ല. ഞാൻ പറഞ്ഞില്ല വണ്ടി വിടുന്നു പറഞ്ഞു, അത്ര ഹേർട്ടായിട്ടുള്ള പോകുന്നത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അല്ലേ ഇറങ്ങി വരുമ്പോൾ? ആണ് നാണൊക്കെ ചേട്ടൻ വിളിച്ചു വരുത്തിട്ടാണല്ലോ. ഞാൻ പറയുന്നത് ഏറ്റവും ഞാൻ സിമ്പിൾ പറയട്ടെ, ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഇപ്പോൾ പാടണ്ട, അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ പറയണ്ട എന്ന്, ഓക്കെ. ഇതെന്നോട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് മാറ്റി വിളിച്ചിട്ട് ബിബിൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് അവിടെ അധികൃതർ അത്ര താല്പര്യമില്ല, ഇവരോടും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ പരിപാടി ചെയ്തിട്ട് നമുക്ക്. അപ്പോൾ ഞാൻ ഓക്കെ, ഇത്രയും അത് നല്ലതല്ലേ, നമുക്ക് ഹേർട്ടാവില്ല, ഒന്നുമില്ല. ഇത് അവരുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്, ഇവരെ കൊണ്ടൊന്നും സംസാരിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾ ഇത് പേം പറയാ പോവുക എന്നുള്ളത്. സാധാരണക്കാരായ ഒരു കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അവർ ഒരുപക്ഷെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. അത് ഉണ്ടാവും. അതെന്നോട് കുറേ പേര് ചോദിച്ചു. ഞാൻ അവിടെ നിന്നിട്ട് അത്രയും, കാരണം സ്റ്റുഡൻസിനെ കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നി. എന്താണെന്നറിയാമോ, അവരെ എൻജോയ് ചെയ്യാനും സന്തോഷിക്കാനും വന്നിരുന്നതാണ്, അവരൊരുപാട് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടിട്ടാണ് അവർ അത്രയും പേര് ഇറങ്ങി വന്നത്. ആലോചിച്ച് നോക്കിയേ, ഇല്ലെങ്കിൽ ഒരാളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോഴും അധ്യാപകനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഇല്ല, ഞാൻ പറയുന്നത്, ഇത് സത്യസന്ധമായിട്ട് പറയുന്നത്, അത് വിട്ട് കളയാന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും തെറ്റും നാളെ എനിക്കും പറ്റും. അപ്പം എന്നെ ചീത്ത പറയുന്നത് ഈ സൈബർ ആക്രമണങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണോ അങ്ങനെ ആദ്യം പ്രതികരിക്കാതിരുന്നത്? സോഷ്യൽ മീഡിയയിലും എവിടെയെങ്കിലും നമ്മൾ കണ്ടു നോക്കി, ഇപ്പം എന്ത് കേസ് എടുത്താലും, ഇപ്പം ഈ മറ്റേ ഇതിൻ്റെ കാര്യങ്ങൾ വരെ നോക്കിയേട്ടാ, ഒരാൾ മരിച്ചതിൻ്റെ കേസാണ്, നമ്മൾ തന്നെ പൊക്കുന്നു, നമ്മൾ തന്നെ എഴുത്തുന്നു. എനിക്ക് പേടി ഉണ്ടാക്കരുത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ പറഞ്ഞ് ഇങ്ങനെ പോകുമല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇത് 2 വശത്തിലേക്ക് വരും, 2 അഭിപ്രായങ്ങൾ വരും. ഇതിലൊന്നും സത്യത്തിൽ ഇതൊന്നും താങ്കളാണില്ല ഞാൻ, അതാണ് കാര്യം. ആരോടും പരിഭവമില്ല, സത്യമായിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം, അത്രേ ഉള്ളൂ. എനിക്ക് അതാണ് തോന്നുന്നത്. സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്ന സാഹചര്യത്തിലാണ് ബിബിൻ പ്രതികരിച്ചത്. എന്തായാലും ഇത് ജനസമൂഹം മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ് ബിബിന്റെ പ്രതികരണം. അട്ടപ്പാടിയിൽ നിന്നും BL അരുൺ, മനോരമ ന്യൂസ്.